ഒരാളെ കൊന്നാലും രണ്ടാളെ കൊന്നാലും എത്ര പേരെ കൊന്നാലും ഞാൻ വരാനായിട്ട് പോകുന്നത് ഇതേ സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കുന്ന ഒരു കാര്യമായിരുന്നു അദ്ദേഹം പറഞ്ഞായിരുന്നു. ഞാൻ എത്ര പേരെ കൊന്നാലും ഈ നാട്ടിലുള്ള സിസ്റ്റത്തിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് പുല്ലാണ് ഈ നാട്ടിലുള്ള സിസ്റ്റം എന്ന് കാണിക്കുന്ന തരത്തിലുള്ളൊരു സിസ്റ്റം നമ്മുടെ നാട്ടിലായതുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കറിയാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ക്യാമ്പയിനാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ പ്രമുഖ വാർത്തകൾ പോലും അധികം നല്ല രീതിക്ക് പ്രൊമോട്ട് ചെയ്യാതിരുന്നിരുന്ന ഒരു വാർത്ത സോഷ്യൽ മീഡിയയുടെ പവർ കൊണ്ട് തന്നെ ആ ഒരു വാർത്ത വളരെ ശക്തമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ആദ്യമേ തന്നെ ഒരു കാര്യം പറയാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുന്ന ഓരോരുത്തരും നിങ്ങളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ നിങ്ങൾ ഈ ഒരു കാര്യത്തിനെ വെച്ചുകൊണ്ട് റിയാക്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു യൂട്യൂബ് ചാനലിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പേജിലായിരിക്കാം, നിങ്ങളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ, അത് സോഷ്യൽ മീഡിയയിലൂടെ എന്നുള്ള ഒരു കാര്യം മാത്രമല്ല പറയുന്നത്, നമ്മളെല്ലാം പഠിക്കുന്ന നമ്മുടെ സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും ഇത്തരത്തിലുള്ള ഇൻസിഡൻറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാണ്. കാരണം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, 15 വയസ്സുകാരനായിട്ടുള്ളൊരു പയ്യൻ നിങ്ങളുടെ വീട്ടിലുണ്ടാവും. ഒരുപക്ഷെ നിങ്ങളുടെ അനിയനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ആയിരിക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പയ്യൻ ഇങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അമ്മയ്ക്കും അപ്പനും ഉണ്ടാകാൻ പോകുന്ന ഒരു ആഘാതം, അവരനുഭവിക്കാൻ പോകുന്ന ഒരു വേദന, ആ കുടുംബത്തിനുണ്ടാകാൻ പോകുന്ന വേദന എത്രത്തോളം ആയിരിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് പറ്റുമോ? ശരിക്കും ഈ ഒരു ഉമ്മയുടെ ഒരു പോസ്റ്റ് കാണുന്ന സമയത്ത് ഞാൻ ശരിക്കും വളരെയധികം വിഷമത്തോടു കൂടിയായിരുന്നു ഒരു പോസ്റ്റ് വായിച്ചത്. കാരണം അവർ വളരെയധികം നിസ്സഹായാവസ്ഥയോട് കൂടിയിട്ടാണ്, അവർക്ക് ഇനി തിരിച്ചു കിട്ടില്ല ഒരു മകൻ്റെ ജീവൻ എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിലും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അവർ പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന പോലെയാണ് ഈ പോസ്റ്റുകളിലൂടെ എനിക്ക് കാണാനായിട്ട് സാധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്. മിഹിർ എന്ന് പറയുന്ന 15 വയസ്സുകാരൻ എറണാകുളത്തുള്ള ഗ്ലോബൽ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് ആ പയ്യനെ മറ്റ് സഹപാഠികൾ കൂടി ചേർന്നുകൊണ്ട്, ഒരു ഗ്യാങ് ആയി ചേർന്നുകൊണ്ട്, അങ്ങനെ വേണം പറയാനായിട്ട്, സഹപാഠികൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാക്ക് പറയാനായിട്ട് എനിക്ക് താല്പര്യമില്ല, സഹപാഠികൾ എന്നല്ല പറയേണ്ടത്, ചെന്നായ്ക്കൾ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഗ്യാങ്, ഒരു കൂട്ടം ഗ്യാങ് ഈ പയ്യനെ വളരെ ക്രൂരമായിട്ടുള്ള രീതിക്ക് റാഗ് ചെയ്യുകയും അതിൻ്റെ പേരിൽ ഈ പയ്യൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ 26ാം നിലയിൽ നിന്ന് ചാടി മരിച്ച അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ ഒരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റാഗിങ് എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ എല്ലാ ചെറുപ്പത്തിൽ, അല്ലെങ്കിൽ നമ്മളെല്ലാം പഠിച്ചിരിക്കുന്ന സ്കൂളുകളിലും കോളേജുകളിലും, സ്കൂളുകളിൽ എന്നല്ല ഞാൻ പറയുന്നത്, കോളേജുകളിലൊക്കെ ലൈറ്റ് ആയിട്ടുള്ള രീതിക്കുള്ള സീനിയേഴ്സിൻ്റെ റാഗിങ് കാര്യങ്ങളൊക്കെ നമുക്കുണ്ടായിട്ടുണ്ടാവും അല്ലേ? ചെറിയ രീതിക്കുള്ള റാഗിങ്ങും അല്ലെങ്കിൽ പാട്ട് പഠിക്കുക, ഡാൻസ് കളിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഫൺ എന്നുള്ള രീതിക്ക് എടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇവർ ചെയ്തേക്കുന്ന റാഗിങ്ങിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ശരിക്കും സിനിമേനെ വെല്ലുന്ന തരത്തിലാണെന്നുള്ളൊരു കാര്യം വേണം പറയാനായിട്ട്. 15 വയസ്സുകാരനായിട്ടുള്ള പയ്യനെ കൊണ്ട് ടോയ്ലറ്റിൽ ലിക്ക് ചെയ്യിപ്പിക്കുക, ടോയ്ലറ്റിൽ നക്കിപ്പിക്കുക, ടോയ്ലറ്റിൽ അവനെ തലമുക്കിക്കൊണ്ട് അവനെ ഫ്ലഷ് ചെയ്യിപ്പിക്കുക, ആ ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അറിയാലോ. ടോയ്ലറ്റ് എന്ന് പറയുന്ന സമയത്ത് അത് എന്തിനാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അത്രയധികം അണുക്കളും അത്രയധികം മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ആ പയ്യനെ വളരെ ക്രൂരമായിട്ട് റാഗ് ചെയ്യുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ഈ കുട്ടി കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് ഇത്തരത്തിലുള്ള റാഗിങ്ങുകളിൽ ചെന്ന് പെട്ടിരുന്നെന്നും, ഈ കുട്ടി ഇതിന് മേലെ കുറേയധികം മാനസികമായിട്ട് സമ്മർദ്ദങ്ങൾ ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നെന്നും, ഈ കുട്ടിയുടെ മരണത്തിന് ശേഷം ഒരുപാട് തരത്തിലുള്ള മെസ്സേജുകൾ, അതിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏറ്റവും മോശമായിട്ടുള്ള കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കേരളം ഇത്ര അധപതിച്ചോ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള രീതിക്കുള്ളൊരു ന്യൂസാണ് ഇവിടെ കാണാനായിട്ട് സാധിച്ചത്. അതായത് ഈ കുട്ടി മരിച്ചതിന് ശേഷം ഇവർ തമ്മിലുള്ള ഈ കോൺവെർസേഷൻ, അതായത് അവിടെയുള്ള സഹപാഠികൾ തമ്മിലുള്ള കോൺവെർസേഷനിൽ പോലും ഈ കുട്ടിയെ വളരെയധികം മോശമായിട്ട് കളിയാക്കുന്ന തരത്തിലുള്ള രീതിക്കുള്ള ചാറ്റുകളായിരുന്നു അവിടെ കാണാനായിട്ട് സാധിച്ചത്. എല്ലാ കുട്ടികളും ഇങ്ങനെയാണെന്നുള്ളൊരു അടച്ച ആക്ഷേപം എനിക്കില്ല. കാരണം നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് കുട്ടികൾ മാന്യമായിട്ട് പഠിക്കാൻ പോകുന്ന, നിങ്ങളൊക്കെ പഠിച്ചു വന്നേക്കുന്ന ആൾക്കാരാണ് അല്ലേ, നമ്മളൊക്കെ സ്കൂളിൽ പോയിക്കുന്ന ആൾക്കാരാണ്, പഠിക്കാനായിട്ട് പോയിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ എല്ലാത്തിൻ്റെ ഇടയിലും കുറേയധികം മോശമായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു സ്കൂളിൻ്റെ തന്നെ, അല്ലെങ്കിൽ സ്കൂളിൽ നിന്നല്ല ഞാൻ പറയുന്നത്, മൊത്തത്തിൽ ഈ കുട്ടികളുടെ തന്നെ തലവര മാറ്റാനായിട്ട്, അല്ലെങ്കിൽ മൊത്തത്തിൽ സമൂഹത്തിന് തന്നെ മോശമാണെന്ന് പറയിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ മോശമാണെന്ന് പറയിപ്പിക്കാൻ പറയുന്ന തരത്തിലുള്ള അങ്ങനെ പ്രവർത്തിക്കുന്ന കുറച്ച് കുട്ടികൾ ഈ നാട്ടിലുണ്ട്. അങ്ങനെയുള്ള ഒരു കൂട്ടം കുട്ടികളുടെ സമ്മർദ്ദം മൂലം, ഇത്തരത്തിലുള്ള റാഗിങ് മൂലം 15 വയസ്സുകാരനായിട്ടുള്ള മിഹിർ എന്ന് പറയുന്ന പയ്യൻ സൂയിസൈഡ് ചെയ്തേക്കുന്ന വാർത്ത നിങ്ങളെല്ലാവരും കേട്ടേക്കുന്നതിനായിരിക്കും. കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് സുകുമാരൻ്റെ ഒരു പോസ്റ്റ് കാണുന്ന സമയത്തായിരിക്കും പല ആൾക്കാരും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടുണ്ടാവുക. എംപതി ഈസ് എ ഫസ്റ്റ് ലെസൺ എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പോസ്റ്റ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ശരിയാണ്, നമ്മുടെ സ്കൂളുകളിലൊക്കെ ആദ്യമേ തന്നെ പഠിപ്പിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എംപതിയാണ്. അതായത് മറ്റ് മനുഷ്യനോടുള്ളൊരു സഹാനുഭൂതി, ദയ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിപ്പിക്കാതെ എത്ര വലിയ ഇംഗ്ലീഷും എത്ര വലിയ നോളജും പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് കാണിക്കുന്ന തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം വന്നേക്കുന്ന ഈ ന്യൂസ് കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയത്. ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൻ്റെ പിന്നിൽ ഒരു സ്റ്റോറി പറയാനുള്ളൊരു കാര്യം വെച്ചുകൊണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് ഒരുപാട് മെസ്സേജസുകൾ വന്നായിരുന്നു. സോഷ്യൽ മീഡിയയിൽ വലിയ രീതിക്കുള്ളൊരു ക്യാമ്പയിൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അതായത് ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ മുന്നോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ കുട്ടിക്ക് വേണ്ട നീതി നേടിക്കൊടുക്കാനായി നമ്മുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നായിരുന്നു. ഇതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. കാരണം നമ്മൾ പൊതുവെ എൻ്റർടൈൻമെൻറ്റ് കണ്ടന്റുകൾ ചെയ്യുന്ന ഒരു ചാനൽ എന്നുള്ള രീതിക്ക് ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ചെയ്യാനായിട്ട് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമമാണ്. കാരണം വളരെ ഓപ്പണായിട്ട് പറയാം, എൻ്റെ അനിയനേക്കാളും ചെറുതാണ് ഈ ഒരു പയ്യൻ, അത്ര ചെറിയൊരു പയ്യനാണ്. അപ്പോൾ ആ ഒരു പയ്യൻ്റെ ഒരു അവസ്ഥ, അവൻ്റെ ആ ഒരു മുഖമൊക്കെ കാണുന്ന സമയത്ത്, അവൻ്റെ ഒരു ഫോട്ടോ കാണുന്ന സമയത്ത് പോലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു നെഞ്ചിടിപ്പാണ്. കാരണം ഈ പയ്യൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നുള്ളൊരു കാര്യം ആലോചിക്കുന്ന സമയത്ത് വളരെ വിഷമത്തോടു കൂടിയാണെന്നുണ്ടെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനായിട്ട് ഇടയുണ്ടായത്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നിങ്ങൾ ചെയ്യുക. കാരണം ഈ ഒരു ഹാഷ്ടാഗ് ഇന്ന് പല സോഷ്യൽ മീഡിയാസുകളിൽ ട്രെൻഡിങ് ആവുന്ന സമയത്തും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജ് അടക്കം ഇന്ന് വാഷ് ഔട്ടായി കാണും. ഒന്നും എവിടെയും കാണാനായിട്ട് സാധിക്കുന്നില്ല. ഈ പയ്യനെ കുറിച്ചുള്ള ഡീറ്റെയിൽസോ അല്ലെങ്കിൽ അന്ന് അവിടെ നടന്നിരിക്കുന്ന ഇൻസിഡൻറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന രീതിക്കുള്ള ക്യാമ്പയിൻ സപ്പോർട്ടുകളൊന്നും പല സ്ഥലങ്ങളിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു വലിയൊരു സഹായം ഇവരുടെ കുടുംബം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഇന്നിങ്ങനെ ഒരു ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ കൂടി വരുന്ന ഈ ഒരു ക്രൈം റേറ്റിൻ്റെ പിന്നിൽ സിനിമയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സിനിമ കണ്ടുകൊണ്ടാണോ ആൾക്കാർ ഇത്തരത്തിലുള്ള ക്രൈമുകൾ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കാണാനായിട്ട് ഇടയുണ്ടായിരുന്നു. ഒരാളൊരു സ്ത്രീനെ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി കുക്കറിലാക്കി വെച്ചു. അതിൻ്റെ പിന്നിൽ അയാൾക്ക് ഇൻസ്പിറേഷനായിട്ട് കിട്ടിയത് സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ശരിക്കും സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അങ്ങനെ വെട്ടി നുറുക്കി ഈ പറയുന്ന പോലെ കുക്കറിലാക്കി വെക്കുന്ന പരിപാടികളൊന്നും കാണിക്കുന്നില്ല. പക്ഷേ അയാൾ പറഞ്ഞേക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ കഴിഞ്ഞ ദിവസം കണ്ടേക്കുന്ന ഒരു വാർത്തയ്ക്കകത്ത് സോഷ്യൽ മീഡിയയിൽ കണ്ടായിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അയാൾക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ കിട്ടിയത് സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ ആയിരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ്, ഒരു സിനിമ കണ്ടതുകൊണ്ട് ഒരാൾക്ക് ഇത്തരത്തിൽ മോശമാവാനായിട്ട് സാധിക്കുമോ? ഒരു സിനിമ കണ്ടതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ക്രൈം റേറ്റ് കൂടുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. കാരണം എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ 15 വയസ്സുകാരൻ്റെ ഇത്തരത്തിലുള്ള ക്രൈമുകളുടെ പിന്നിൽ, 15 വയസ്സുകാരായിട്ടുള്ള കുട്ടികൾ മറ്റൊരു കുട്ടിയെ ആത്മഹത്യ പ്രേരണയിലോട്ട് അവനെ നയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ളത് പല സിനിമകളാണെന്നുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മുടെ നാട്ടിലുള്ള ഇപ്പോൾ ഈ അടുത്ത് നടന്നേക്കുന്ന ഒരു വലിയൊരു കൊലപാതക സീരീസ് ചെന്താമര എന്ന് പറയുന്ന ഈ അടുത്ത് വന്നേക്കുന്ന ഏറ്റവും വലിയൊരു കൊലപാതക പരമ്പര എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം മറ്റ് 2 പേരെ കൂടി തട്ടിക്കളഞ്ഞ ഇനിയും ആളെ കൊല്ലാനായിട്ട് ബാക്കിയുണ്ടെന്ന് ഓപ്പണായിട്ട് പറഞ്ഞേക്കുന്ന ഒരാളെന്നുള്ള രീതിക്ക് ഏറ്റവും ക്രൂരനായിട്ടുള്ള ചെന്താമരയെ പോലെയുള്ള ആൾക്കാർ സിനിമ കണ്ടിട്ട് തന്നെയാണോ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ചെയ്തത് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഒരു പരിധി വരെ നമ്മുടെ നാട്ടിലുള്ള സിനിമകൾ മറ്റുള്ള ആൾക്കാർക്ക് മെസ്സേജ് ആവേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നല്ല രീതിയിലുള്ള സിനിമകൾ, സിനിമയ്ക്ക് സെൻസറിങ് വേണം, ഫിൽറ്ററിങ് വേണം. ഒരു പരിധിക്കുള്ള വയലൻസ് ഉള്ള സിനിമകളാണെന്നുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ മോശമാവുമെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ചെന്താമരെ പോലുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള സിനിമകൾ കണ്ടിട്ടാണോ 2018 കാലയളവിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചത്, ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ചെയ്തത് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ട്രീറ്റ്മെൻ്റ് ആണ് വേണ്ടതെന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. അതായത് ആൾക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. സിനിമ എന്ന് പറയുന്നത് സിനിമയാണ്. റിയൽ ജീവിതത്തിൽ നമ്മളുടെയൊക്കെ മതങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് എന്ത് അടിസ്ഥാനത്തിലും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സഹജീവികളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും പഠിക്കുക എന്നുള്ളൊരു കാര്യം, പറഞ്ഞു പഠിപ്പിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഈ ഒരു കാര്യത്തിനകത്ത് സൊല്യൂഷനായിട്ട് ചെയ്യാനായിട്ട് പറ്റൂ എന്നുള്ളൊരു കാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് വന്നേക്കുന്ന നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് അയച്ചേക്കുന്ന മെസ്സേജിനകത്ത് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ സിനിമകളൊക്കെ കണ്ടതുകൊണ്ടാണോ ആൾക്കാരിങ്ങനെ മോശമാവുന്നത് എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. പല കമൻറ്റുകളിലും ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചായിരുന്നു. സത്യത്തിൽ സിനിമയാണെന്നല്ല എൻ്റെ ഒരു അഭിപ്രായം. സിനിമ കണ്ടതിൻ്റെ പേരിലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒരാൾക്ക് മോശമാവാനായിട്ട് പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും മോശമാവേണ്ടതല്ലേ. പക്ഷേ സിനിമ കണ്ടതുകൊണ്ടല്ല, ആ സിനിമ കണ്ടതിൻ്റെ പേരിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ, അതായത് സിനിമ എന്ന് പറയുന്നത് സിനിമയാണ്, മറ്റുള്ള ആൾക്കാരെ സ്നേഹിക്കാനാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാത്തതിൻ്റെ പേരിലാണ് ഇന്ന് ഈ നാട്ടിലുള്ള ഇത്രയും വലിയ ക്രൈം റേറ്റുകൾ നടക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്കൊക്കെ വേണ്ടത് നല്ല രീതിക്കുള്ളൊരു ക്ലാസ്സാണ്. അതായത് ഒന്നെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റോ അല്ലാന്നുണ്ടെങ്കിൽ കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരെ നേരെയാക്കി എടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഈ നാട്ടിൽ അവർക്കുള്ള ഒരു നേർവഴിയായിട്ട് എനിക്ക് തോന്നുള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിലുള്ള സിസ്റ്റം എന്ന് പറയുന്നത് ഒരാളെ ഒരു ശിക്ഷ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ശിക്ഷയ്ക്കുള്ള കൃത്യമായിട്ടുള്ള മറുശിക്ഷ നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ സിസ്റ്റം അവർക്ക് കൊടുക്കുമെന്നുള്ളൊരു പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരാളെ കൊല്ലാതിരിക്കാനായിട്ട് മറ്റൊരാൾക്ക് തോന്നും. കഴിഞ്ഞ ദിവസം ചെന്താമരനെ പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അളിയനോട് പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഇങ്ങനെയായിരുന്നു എന്ന് പറയണേ. അതായത് ഒരാളെ കൊന്നാലും 2 ആളെ കൊന്നാലും എത്ര പേരെ കൊന്നാലും ഞാൻ വരാനായിട്ട് പോകുന്നത് ഇതേ സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും എന്നുള്ളൊരു കാര്യമായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അതായത് ആ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ളൊരു കോൺഫിഡൻസ് ആണ്. ഞാൻ എത്ര പേരെ കൊന്നാലും ഈ നാട്ടിലുള്ള സിസ്റ്റത്തിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് പുല്ലാണ് ഈ നാട്ടിലുള്ള സിസ്റ്റം എന്ന് കാണിക്കുന്ന തരത്തിലുള്ളൊരു സിസ്റ്റം നമ്മുടെ നാട്ടിലായതുകൊണ്ട് തന്നെയാണ് കുറേ ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള
പ്രേരണകൾ, കൊലപാതകത്തിനുള്ള പ്രേരണകളും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രേരണകളും ഉണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. സിനിമ ബാൻ ചെയ്യുന്നതിന് പകരം സിസ്റ്റം സ്ട്രോങ് ആക്കുക. നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് 10-15 വയസ്സുള്ള കുട്ടികളാണ് അവരെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള രീതിക്കുള്ള കൗൺസിലിംഗ്, മറ്റുള്ള കുട്ടികളെ സ്നേഹിക്കാനായിട്ട്, അവരെ ബഹുമാനിക്കാനായിട്ട് ആദ്യം സ്കൂളുകളിൽ പഠിപ്പിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഈ ഒരു അവസരത്തിൽ ചെയ്യാനായിട്ട് സാധിക്കൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്നുള്ളൊരു കാര്യം അറിയാനായിട്ട് താല്പര്യമുണ്ട്. കാരണം നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കുന്ന ഓരോ പൗരൻ എന്നുള്ള രീതിക്ക് നമ്മുടെയൊക്കെ കൂടി ഒരു ഉത്തരവാദിത്തമാണ്. നാളെ നമ്മൾക്ക് ഇതേ അവസ്ഥ സംഭവിക്കില്ല എന്ന് ആര് പറഞ്ഞു? ഇന്ന് മറ്റൊരാളുടെ ജീവിതം നമുക്കൊരു ന്യൂസ് ആണെന്നുണ്ടെങ്കിൽ നാളെ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് ന്യൂസായിട്ട് മാറാൻ വലിയ സമയമൊന്നും വേണ്ട. സോ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സിനിമകളാണോ മറ്റൊരാളെ മോശമാക്കുന്നത്, അതോ കൃത്യമായിട്ടുള്ള രീതിക്കുള്ള സിസ്റ്റം ഇല്ലാത്തതിൻ്റെ പേരിലാണോ? നമ്മുടെ നാട്ടിലുള്ള സിസ്റ്റം സ്ട്രോങ് ആവണോ? അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ, നല്ല രീതിക്കുള്ള കൗൺസിലിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കുട്ടികളെല്ലാം അല്ലെങ്കിൽ ഈ പറയുന്ന മനുഷ്യരെല്ലാം നന്നാവുമോ? എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ബൈ.